അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തോട് വളരെ കുശലങ്ങൾ പറയുന്നു, സ്നേഹഭാവങ്ങൾ അവർ രണ്ടുപേരുടെയും മുഖത്ത് നേലിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ശത്രുപക്ഷമാണെന്ന് പറഞ്ഞു നിൽക്കുന്ന മതങ്ങളിലൊക്കെ പെട്ട ആൾക്കാർ ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പം അവിടെ മനുഷ്യനായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ, കുശലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കുന്നൊരു കാര്യം ഉണ്ടാവും. നമ്മളെപ്പോഴും പരസ്പരം തർക്കിക്കാൻ എന്തുണ്ട് എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് യോജിച്ച് പോകാൻ എന്തുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മത്തിന് വേണ്ടി, ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യോജിച്ച് പോകാൻ എന്തുണ്ട് എന്ന് നോക്കുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അല്ലേ, ഒരുപാട് സൂഫിയരും സന്യാസിമാരും മഹർഷിമാരും ശ്രീബുദ്ധനും പ്രവാചകന്മാരും ഒക്കെ എത്തിയ ആ മഹത് പൊസിഷനിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭക്തിയൊന്നും ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതൊക്കെ തന്നെയാണ് ഭക്തി. അതിലൂടെ മനുഷ്യർക്ക് കരുണ ചെയ്യുക, നന്മ ചെയ്യുക, സൗഹൃദം പങ്കുവെക്കുക, ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കുക. എന്തായാലും ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ ആയിരിക്കണം നമ്മൾ. വിമർശിക്കാൻ എന്തുണ്ട് എന്നതിനേക്കാളുപരി നമുക്ക് യോജിച്ച് പോകാൻ എന്തുണ്ട് എന്നത് ചിന്തിക്കണം. ഒരാളെയും ശത്രുവായിട്ട് മാറ്റി നിർത്തരുത്. മനുഷ്യർ എന്നും ഒന്നാണ്. ഇന്ന് ഒരു ദിവസം ജീവിച്ചു, പിന്നെ കുറച്ച് കാലം ജീവിതയാത്ര ചെയ്ത് അവസാനം മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ, അവരെ മനുഷ്യരായി തന്നെ നമ്മൾ ചേർത്ത് പിടിക്കണം. പദവികളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. മനസ്സിലായില്ലേ? ഏത് പാർട്ടിക്കാർ പദവിയിലേക്ക് വരുന്നതല്ല, ആ പദവിക്കൊരു മഹത്വമുണ്ട്. മനസ്സിലായി? അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരോട് കൂറ് പുലർത്തണം. അപ്പോഴേ നമ്മൾ വിശ്വാസം, നമ്മൾ എന്ത് വിശ്വാസത്തിനുള്ളതൊക്കെ ശക്തമായി നിൽക്കുള്ളൂ.